Good evening students. നമുക്കിനി എടുക്കാനുള്ള ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ആയ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. നമ്മൾ പ്രോബ്ലംസ് എല്ലാം ഓൾറെഡി നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മൾ ടി പിയും എ പിയും എം പിയും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ, അതായത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് ആണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ലോ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ദ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് റണ്ണിൽ നമുക്ക് പ്രൊഡ്യൂസറിന് എന്തിനുള്ള അധികാരമുണ്ട്? ഇൻപുട്ട് ചേഞ്ച് ആക്കുമ്പോൾ അതിനനുസരിച്ച് ഔട്ട്പുട്ടും ചേഞ്ച് ആക്കും. എന്താ ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിനും എന്ത് ചെയ്യും? ചേഞ്ചസ് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എംപ്ലോയ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് നമ്മൾ എംപ്ലോയീസിനെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവർക്കും ക്യാഷ് കൊടുക്കണമല്ലോ, ലേബർ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ആ പ്രൊഡക്ഷനിൽ നമുക്ക് കിട്ടുന്ന ആ പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യും? വില കൂട്ടി വെക്കും, അല്ലേ? പ്രൈസ് എന്ത് ചെയ്യും? കൂട്ടും. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇഫ് ദ ഇൻക്രീസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഔട്ട്പുട്ട് കീപ്പിംഗ് അതർ ഇൻപുട്സ് എന്താ? കോൺസ്റ്റൻറ്റ്. നമ്മൾ എംപ്ലോയ്മെൻറ്റ് കൂട്ടിയിട്ട് ബാക്കിയുള്ള ഇൻപുട്സ് എല്ലാം എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. എന്നിട്ട് ഒരു പോയിന്റ് എത്തിച്ചേരുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്? കുറയാനായിട്ട് കാരണമാകുന്നു. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ, അല്ലേ? പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഒരു പോയിന്റ് വരെ എന്ത് ചെയ്യുള്ളൂ? ആൾക്കാർ വാങ്ങുള്ളൂ. ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് അത്രയും ക്യാഷ് ആണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യില്ല? വാങ്ങില്ല. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? എം പി എന്ത് ചെയ്യും? കുറയാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തെന്നാണ് പറഞ്ഞേക്കുന്നത്? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, അല്ലേ? എന്തെന്നാണ് പറഞ്ഞേക്കുന്നത്? വി ഇൻക്രീസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഇൻപുട്ട്. നമ്മളൊരു വേരിയബിൾ ഇൻപുട്സിന് എന്ത് ചെയ്യുന്നു? കൂട്ടുകയാണെങ്കിൽ കീപ്പിംഗ് അതർ ഇൻപുട്സ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ബാക്കിയുള്ള ഇൻപുട്സ് എല്ലാം എന്ത് ചെയ്യുക? കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അത് ഒരു പോയിന്റ് റീച്ച് ചെയ്യുന്നിടം വരെ എന്ത് ചെയ്യുള്ളൂ? ഒരു പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടാൻ പറ്റുള്ളൂ. ഒരു പോയിന്റിന് ശേഷം കൂട്ടിക്കഴിഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? കുറയാനായിട്ട് കാരണമാകുന്നു. ഇതിനെ ആണ് ദിസ് ഈസ് കോൾഡ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓർ റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനിയും അതുപോലെ തന്നെ നമുക്ക് വേറൊരു ലോ ആണ് പഠിക്കുന്നത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുകയാണെങ്കിൽ ഏതിലേക്ക്? ഒരു ഫിക്സഡ് ഫാക്ടേഴ്സിൽ, വേരിയബിൾ ഫാക്ടേഴ്സിൽ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക? ഫാക്ടേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഫിക്സഡ് ഫാക്ടേഴ്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടി പി എന്ത് ചെയ്യും? ഒരു റേറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ടി പി എന്ത് ചെയ്യും? കൂടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ടി പി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വേരിയബിൾ ഫാക്ടേഴ്സിന് ചേഞ്ചസ് എന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഫിക്സഡ് ഫാക്ടേഴ്സിലേക്ക് എന്ത് ചെയ്യുക? കൂട്ടുകയാണെങ്കിൽ ഫിക്സഡ് ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ച് എന്ത് ചെയ്യും? ചിലപ്പോൾ കൂട്ടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു റേറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ? ടി പി എന്ത് ചെയ്യുള്ളൂ? ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അതിനുശേഷം കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്ത് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ടി പി എന്ത് ചെയ്യും? കുറയാനായിട്ട് കാരണമാകുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞല്ലോ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ഫാക്ടേഴ്സിലേക്ക് എന്ത് ചെയ്യും? ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റിന് ഒക്കെ എന്ത് ചെയ്യും? ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ 3 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നമ്മളുടെ ഈ ഗ്രാഫിൽ ഇപ്പം നോക്കി, ഈ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഔട്ട്പുട്ടായിട്ട് കാണിച്ചിരിക്കുന്ന വൈ ആക്സിസും ഇൻപുട്ടായിട്ട് കാണിച്ചിരിക്കുന്നത് എക്സ് ആക്സിസുമാണ്. എക്സ് ആക്സിസിലാണ് ഇൻപുട്ട് ഉള്ളത്. ഈ ഗ്രാഫിൽ നമുക്ക് റെഡ് ലൈനിലുള്ളതാണ് ടി പിയും ഗ്രീൻ ലൈനിലുള്ളത് എം പി, പിങ്ക് കളറിലുള്ളത് എ പി, അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ റോസ് കളറിലായിരിക്കും എന്തിരിക്കാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ റെഡ് കളറിലുള്ളത് എന്താ? ടി പി, റെഡ് കളറിൽ ടി പി, പിന്നെന്താ? ഗ്രീൻ കളറിൽ എം പി, പിങ്ക് കളറിൽ എന്താ? എ പിയുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 3 സ്റ്റേജസ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇവിടം വരെ എന്താ? ഫസ്റ്റ് സ്റ്റേജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ പോർഷൻ വരെ എന്തായിരിക്കും? സെക്കൻഡ് സ്റ്റേജ്. ഈ പോർഷൻ വരെ എന്താ? തേർഡ് സ്റ്റേജ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. നമ്മളുടെ മാർജിനൽ പ്രൊഡക്റ്റ് ആയാലും ആവറേജ് പ്രൊഡക്റ്റ് ആയാലും ടോട്ടൽ പ്രൊഡക്റ്റ് ആയാലും എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. എന്താണ്? ഇൻ ഫസ്റ്റ് സ്റ്റേജ് ടി പി ഇൻക്രീസസ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്. അതുപോലെ എം പിയും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം പോയിന്റിൽ എത്തിച്ചേരുന്നു. എ പിയും എന്ത് ചെയ്തു? ഒരു മാക്സിമം പോയിന്റിൽ എന്ത് ചെയ്യുന്നു? എത്തിച്ചേരുന്നു. ആ സ്റ്റേജ് റെപ്രസെന്റ് ചെയ്യുന്ന എന്താ? ഇൻക്രീസിങ് റിട്ടേൺസ് ടു എ ഫാക്ടർ. കണ്ടോ? ഈ ഒരു പോർഷനിൽ ടി പിയും എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്ത് മാക്സിമം പൊസിഷനിൽ എത്തിച്ചേർന്നു. എം പിയും ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം റേറ്റിൽ എത്തിച്ചേർന്നു.
ടി പിയും ഇൻക്രീസ് ചെയ്തിരുന്നു, ഒരു മാക്സിമം പോയിന്റിൽ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്ത് എത്തിച്ചേർന്നു. അപ്പോൾ ടി പിയും എ പിയും എം പി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം പോയിന്റിൽ എന്ത് ചെയ്തു, എത്തിച്ചേർന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് റൈറ്റ്സ് ടു എന്താ ഫാക്ടർ എന്ന് വെച്ചാൽ ഇൻക്രീസ് ചെയ്ത് അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ഡിമിനിഷൻ റിട്ടേൺസ് ടു ഫാക്ടറാണ് എടുത്തത്. സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ടി പി എന്ത് ചെയ്തു, ഒരു ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് വരെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. എം പി എന്ത് ചെയ്തു, ഇതേ കണ്ടോ, എം പി എന്ത് ചെയ്തു, സീറോയിലേക്ക് എത്തിച്ചേരുന്ന സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. എ പി എന്ത് ചെയ്തു, കുറയാൻ വേണ്ടിയിട്ട് പോകുന്നു. എ പി എന്ന ഡിക്ലൈൻ ചെയ്തു എന്ന് വെച്ചാൽ കുറയുന്ന സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിമിനിഷൻ റിട്ടേൺസ് ടു ഫാക്ടറാണ്. അതായത് ടി പി ഇൻക്രീസിങ് റേറ്റ് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്തു, എത്തിച്ചേർന്നു. പക്ഷേ എം പി എന്താ പറഞ്ഞേക്കുന്നത്, സീറോയിൽ എത്തിച്ചേർന്ന സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. എ പി എന്ന് പറയുന്നത് എന്താ, അത് ഡിക്ലൈൻ ചെയ്ത സ്റ്റേജാണ്. തേർഡ് സ്റ്റേജിൽ എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടറാണ്. എന്ന് വെച്ചാൽ എം പി എവിടേക്ക് പോയി, താഴേക്ക് പോയി അല്ലെ, ബിക്കംസ് നെഗറ്റീവായി. എം പി എന്തായി, നെഗറ്റീവായി. ടി പി ഡിക്രീസ് ചെയ്തു, എ പിയും എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. അപ്പോൾ എ പി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എ പിയും ടി പിയും എന്തായില്ല, സീറോ ആയില്ല. ബട്ട് എം പി സീറോ കഴിഞ്ഞ് എന്തായി, നെഗറ്റീവായി. അപ്പോൾ അതാണ് തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ടി പി ഇൻക്രീസ് ചെയ്തു ഒരു മാക്സിമം റേറ്റ് വരെ, അതുപോലെ എം പി മാക്സിമം റേറ്റ് വരെ ഇൻക്രീസ് ചെയ്തു, എ പിയും ഇൻക്രീസ് ചെയ്തു. ബട്ട് സെക്കൻഡ് സ്റ്റേജിൽ എം പി ബിക്കം സീറോയിലേക്ക് എത്തി, ടി പി എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്യാനുള്ള ഇൻക്രീസ് ചെയ്ത് ഡിക്ലൈൻ ചെയ്യുന്ന ആ പോയിന്റിലെത്തി, എ പി എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് തേർഡ് പോയിന്റിൽ നെഗറ്റീവ് ഫാക്ടറാണ്. എം പി എന്തായി, നെഗറ്റീവായി. ടി പി എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. എ പി ഡിക്ലൈൻസ് ആയിട്ട് എന്ത് ചെയ്തു, കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ടി പി ആൻഡ് എം പി. ടി പിയും എം പിയും തമ്മിലുള്ള റിലേഷനാണ്. ഇതാണ് ടി പിയുടെ ഗ്രാഫാണ് മുകളിൽ കാണിച്ചേക്കുന്നത്. x0 to x1, പിന്നെ x1 to എന്താ, x ഡാഷ്. അടുത്ത വന്നേക്കുന്നത് 0 to x1, x1 to എന്താ, x ഡാഷ്. എന്ന് വെച്ചാൽ ടി പിയും വേരിയബിൾ ഫാക്ടറും അതുപോലെ എം പിയും വേരിയബിൾ ഫാക്ടറിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ടി പി ആൻഡ് എം പി ആണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ടി പി ഇൻക്രീസ് ചെയ്തത് ഒരു ഇൻക്രീസിങ് റേറ്റ് വരെയാണ്. അതുപോലെ തന്നെ എം പിയും എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. എവിടെ വരെയാണ്, x1 വരെ അല്ലെ. ടി പിയും എം പിയും ഒരുപോലെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. എന്താ ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞല്ലോ, ടി പിയും എം പിയും എന്ത് ചെയ്താ, ഇൻക്രീസ് ചെയ്യാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ ടി പിയും എം പിയും എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതായത് 0 to x1 വരെയും 0 to x1 വരെ എം പിയും എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ബട്ട് സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞേക്കുന്നത്, സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് ടി പി എന്താ, ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്യാൻ തുടങ്ങിയത് ഏതാ, സെക്കൻഡ് സ്റ്റേജിലാണ്. പക്ഷേ എം പി എന്തായി, ഡിക്രീസ് ചെയ്തു. പക്ഷെ സീറോ ആയിരുന്നു, റിമെയിൻസ് എന്താ, പോസിറ്റീവ് അല്ലേ. x1 to x ഡാഷിൽ എം പി എന്തായി, x1 ഡാഷിൽ എത്തിയപ്പോൾ സീറോ ആയി. പക്ഷേ സീറോ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്തു. അതുപോലെ തന്നെ ടി പിയും എന്ത് ചെയ്തു, മെയിൻറ്റെയിൻ ചെയ്തു പോസിറ്റീവായിട്ട്. തേർഡിലാണെങ്കിൽ ടി പി എന്ത് ചെയ്തു, മാക്സിമം എത്തി. അപ്പോൾ എം പി എന്തായി, സീറോ ആയി. പിന്നെ ടി പി എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. എം പിയും എന്തായി, നെഗറ്റീവായി. അതാണ് x1 ഡാഷിൽ എം പി എന്തായി, നെഗറ്റീവായിട്ട് മാറി. അങ്ങനെയാണ് ഈ ഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ എം പി ആൻഡ് എ പി. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെയാണ് എന്ത് പറയുന്നത്, ഈ റിലേഷൻ ബിറ്റ്വീൻ ടി പി ആൻഡ് എം പി എന്ന് പറയുന്നത്. ഓരോ ഗ്രാഫും സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും എം പിയും എ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് എം പിയുടെ ഗ്രാഫാണ് മുകളിൽ കാണുന്നത്. എം പിയുടെ ഗ്രാഫാണ് മുകളിൽ കാണുന്നത്, എ പിയുടെ ഗ്രാഫാണ് എന്താ താഴെ കാണുന്നത്. കണ്ടോ ഈ സ്റ്റേജ് കണ്ടോ, ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ, അതായത് ഈ ലെഫ്റ്റ് പൊസിഷനിൽ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എന്താ, എ പിയും. ഇവിടെ എം പി ഈസ് ഈക്വൽ ടു എ പിയും. റൈറ്റിൽ എന്താ, എം പി ഈസ് ഗ്രേറ്റർ ദാൻ എന്താ, എ പിയും ആണ് അല്ലേ. ഫസ്റ്റ് ലെഫ്റ്റിൽ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി, അതായത് ലെഫ്റ്റ് സൈഡിൽ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി ആണ്. പിന്നെന്താ, റൈറ്റ് സൈഡിൽ എം പി ഈസ് ലെസ് ദാൻ എ പി ആണ്. പിന്നെ ഒരു പോയിന്റിൽ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, അവിടെ എം പി ഈസ് ഈക്വൽ ടു എന്താ, എ പി ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും റിലേഷൻ ബിറ്റ്വീൻ എന്താ, എം പി ആൻഡ് എ പി ആണ്. അപ്പോൾ എ പി ഫസ്റ്റിൽ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതുപോലെ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എന്താ, എ പി ആണ്. എ പി ഇൻക്രീസ് ചെയ്തപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ, അതായത് ഫസ്റ്റ് പോയിന്റിൽ എ പി ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്, എന്ത് ചെയ്തു, എ പി ഇൻക്രീസ് ചെയ്തത് ഏതിനേക്കാളും എം പി ഒക്കെ കൂടുതലായിട്ട് എ പി എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. എന്നിട്ട് ഒരു പോയിന്റിൽ എത്തിച്ചേർന്നപ്പോൾ, അതായത് x1 എത്തിച്ചേർന്നപ്പോൾ എം പിയും എ പിയും എന്തായി, ഈക്വൽ ആയിട്ട് തീർന്നു. x1 എന്ന പോയിന്റിൽ എത്തിച്ചേർന്നപ്പോൾ എ പിയും എം പി എന്തായിട്ട് തീർന്നു, ഈക്വൽ ആയിട്ട് തീർന്നു. പിന്നെ അടുത്ത പറഞ്ഞേക്കുന്നത് എ പി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എം പി എന്തായി, ഡിക്രീസ് ചെയ്തു. പക്ഷേ എം പിയുടെ വാല്യൂ എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ എം പി ഈസ് ലെസ് ദാൻ എന്താ, എ പി. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ എ പിയും എം പിയും തമ്മിലുള്ള ഗ്രാഫ് വരച്ചു.
അപ്പോൾ മുകളിൽ നിൽക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ എം ബിയും താഴെ നിൽക്കുന്ന ഗ്രാഫ് എന്താ എ പിയും ആണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എം ബി ആയിരുന്നു കൂടുതൽ. പിന്നെ x1 എന്ന് പറയുന്ന പോയിന്റ് എത്തിയപ്പോൾ എം ബി എന്തിന് ഈക്വലായി? എ പിക്ക് ഈക്വലായി. പിന്നെ x1 കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എം ബി കുറഞ്ഞു, എ പി എന്ത് ചെയ്തു? കൂടി. ആ ഗ്രാഫാണ് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ ഷോർട്ട് റൺ ഫംഗ്ഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒബേ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് റിട്ടേൺസ് ടു എ സ്കെയിലാണ്. ലോങ് റൺ ഫംഗ്ഷനിൽ ഒബേ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് എന്താ? ലോങ് റൺ ഫംഗ്ഷനിൽ റിട്ടേൺസ് ടു എ സ്കെയിലാണ്. റിട്ടേൺസ് ടു എ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന മാർജിനൽ ലോ എന്ന് പറയുന്നത് ഏതാ? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണെങ്കിൽ റിട്ടേൺസ് ടു എ സ്കെയിൽ ഏതിലായിരിക്കും? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലായിരിക്കും ഒബേ ചെയ്യുന്നത്. ഈ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഫിക്സഡ് ഫാക്ടേഴ്സും വേരിയബിൾ ഫാക്ടേഴ്സും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാകില്ല. ലോങ് റൺ പ്രൊഡക്ഷൻ എല്ലാ ഫാക്ടേഴ്സും എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഷോർട്ട് റണ്ണിൽ ഒരെണ്ണം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഇൻപുട്സിന് എന്തായാലും ചേഞ്ചസ് ഉണ്ടാക്കി. പക്ഷേ ലോങ് റണ്ണിൽ എല്ലാം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഔട്ട്പുട്ടിന് ചേഞ്ച് വരികയാണെങ്കിൽ ഇൻപുട്ടിനും ചേഞ്ച് വരും, ഇൻപുട്ടിന് ചേഞ്ച് വരികയാണെങ്കിൽ ഔട്ട്പുട്ടിനും എന്തുണ്ടാവും? ചേഞ്ചസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് 3 സ്റ്റേജിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ IRS എന്ന് പറയും. പിന്നെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ CRS എന്ന് പറയും. അടുത്തത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ DRS എന്ന് പറയും. ഇതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ IRS, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ CRS, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താ? DRS. IRS മീൻസ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്തായിരിക്കും? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ദി എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഈ ഔട്ട്പുട്ട് ആയിരിക്കും ഇൻപുട്ടിനേക്കാളും കൂടുതൽ. ഇൻപുട്ടിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും എന്താ? ഔട്ട്പുട്ടിനേക്കാളും കൂടുതൽ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട് ആണെങ്കിൽ അതിനെയാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ IRS എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിന് ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്താ? ഇൻപുട്ടിനേക്കാളും കൂടുതൽ എന്തുണ്ടാകും? ഔട്ട്പുട്ടിന് ചേഞ്ചസ് ഉണ്ടാകുകയാണെങ്കിൽ അതാണ് IRS ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഔട്ട്പുട്ട് ഒരു 150% ആണെങ്കിൽ അല്ലേ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ദി എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എന്താ? ഇൻപുട്ട്. ഔട്ട്പുട്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ യൂസിന് അതിൻ്റെ 50% മാത്രമേ 150% ഔട്ട്പുട്ട് കിട്ടുന്നെങ്കിൽ 50% നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് എന്തിന് ഈക്വൽ ആയിരിക്കും? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ടിന്. അത് 100% ഔട്ട്പുട്ട് ആണെങ്കിൽ 100% ഇൻപുട്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദി എന്താ? ഇൻപുട്ട്. എന്ന് വെച്ചാൽ ഇൻപുട്ടിനേക്കാളും കുറവായിരിക്കും എന്താ? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും മീനിങ്? നമുക്ക് 30% ഔട്ട്പുട്ടേ കിട്ടിയുള്ളൂ, 50% ഇൻപുട്ട് യൂസ് ചെയ്തപ്പോൾ നമുക്ക് 30% കിട്ടിയുള്ളെങ്കിൽ 50% ഇൻപുട്ട് യൂസ് ചെയ്തപ്പോൾ 30% ഔട്ട്പുട്ടേ കിട്ടിയുള്ളെങ്കിൽ അതാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. എന്താ? when the percentage change in output is less than the എന്താ? percentage change in input is called diminishing returns to scale. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായിരിക്കും കൂടുതൽ? നമുക്ക് ഇൻപുട്ട് എന്താണ്? ഔട്ട്പുട്ട് കൂടുകയാണെങ്കിൽ ഇൻപുട്ട് എന്ത് ചെയ്യും? കുറയും. മറ്റേന്താ? ഇൻപുട്ട് കൂടുകയാണെങ്കിൽ ഔട്ട്പുട്ട് കുറയും, ഔട്ട്പുട്ട് കൂടുകയാണെങ്കിൽ ഇൻപുട്ട് കുറയും. ഔട്ട്പുട്ടും ഇൻപുട്ടും എന്താ? ഈക്വലായി വെക്കുക. അങ്ങനെ 3 കണ്ടീഷൻസ് ആണ് നമുക്ക് ഇവിടെ എന്താ? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്. അപ്പോൾ ഇൻക്രീസിംഗിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ദി ഇൻപുട്ട്. കോൺസ്റ്റന്റിൽ ഇൻപുട്ടിൻ്റെ പെർസെൻറ്റേജും ഔട്ട്പുട്ടിൻ്റെ പെർസെൻറ്റേജും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെ ഉള്ളത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ അല്ലെ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദി എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ പോർഷനിൽ നമുക്ക് ഗ്രാഫായിട്ടുള്ള പഠിക്കാനുള്ളത്. പിന്നെ നമുക്കിനിയുള്ളത് കോസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോപ്സ് ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക. എനിക്ക് നോട്ട്സ് സബ്മിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.